PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ. അപ്പോൾ നദീതീര പട്ടണങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന നദിയും സംസ്ഥാനവും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ വലിയ കോഡുകളൊന്നും അല്ല പറഞ്ഞു തരുന്നത്. ഓരോ വേർഡ്സും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെറിയ കണക്ഷൻസ് കിട്ടുന്ന രീതിയിൽ പറഞ്ഞു തരുവാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ല കോഡ്സ് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും വലിയ കോഡുകളൊന്നും ആയിരിക്കില്ല. ഓരോ വേർഡ്സും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചെറിയ കണക്ഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്ന രീതിയിൽ, എനിക്ക് പെട്ടെന്ന് ഓരോ വേർഡ്സും വായിക്കുമ്പോൾ കിട്ടുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് പറഞ്ഞു തരാം. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം പഠിച്ചെടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് പട്ടണങ്ങളാണ്. നദീതീര പട്ടണങ്ങൾ എഴുതിയിട്ടുണ്ട്, സ്ഥിതി ചെയ്യുന്ന നദി, ദെൻ അത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അപ്പോൾ നോക്കുക, നാസിക് എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്ന നദി ഗോദാവരിയാണ്. ഗോദാവരിയിലാണ് നാസിക് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ നാസിക് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഓർമ്മ വരുന്നത് നാസിക് ഡോൾ ഓർക്കാലോ അല്ലേ? ഇങ്ങനെ കൊട്ടുന്ന കണ്ടിട്ടില്ലേ, നാസിക് ഡോള്. അപ്പോൾ നാസിക് ഡോള് നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ അത് ഗോദാവരി നദിയിലാണ് എന്നുള്ള കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാസിക് ഡോളും ഒക്കെ കൊട്ടുന്നവർ എങ്ങനെയാണ് കൊട്ടുക? ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ലൈനിൽ നിന്നിട്ടാണ് അല്ലേ കൊട്ടുന്നത്, അല്ലാതെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടല്ലല്ലോ കൊട്ടുക. ഒരു കറക്റ്റായിട്ടൊരു വരി അല്ലെ, ഒരു വരിയിൽ നിന്നിട്ടാണ് അവരത് കൊട്ടുന്നത് അല്ലേ. നാസിക് ഡോൾ കൊട്ടുന്നവർ ഒരു വരിയായിട്ട് നിന്നിട്ടാണ്, ഒരു ലൈനിലാണ് കൊട്ടുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നാസിക് എന്ന് പറയുന്ന പട്ടണം വരി എന്നുള്ളതിൽ നിന്നും ഗോദാവരി നദിയിലാണ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ കിട്ടുമല്ലോ അല്ലേ. ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടാവുന്നതാണ്. ഓക്കെ, ദെൻ സംസ്ഥാനം പഠിച്ചു വെക്കുക കേട്ടോ, മഹാരാഷ്ട്രയാണ്. അപ്പം നാസിക് ഡോള് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. നാസിക് ഡോള് കൊട്ടുന്നവർ വരിയായി നിന്നിട്ടാണ് അല്ലേ കൊട്ടുക. ആ ഒരു രീതിയിലൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തത് നോക്കുക, ജബൽപൂർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്, മധ്യപ്രദേശ്. ഓക്കെ, സംസ്ഥാനം മധ്യപ്രദേശ്. അപ്പോൾ ഇത് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളൊരു സിനിമ ഓർത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കണക്ഷൻ ഈസി ആയിട്ട് കിട്ടും. ഏതാണ് സിനിമ എന്ന് ഞാൻ പറയാം, പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിൽ മദ്യം കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലേ ഒരു കോമഡി സീനൊക്കെ ഉണ്ട് അതിൽ. അതായത് ഇവിടെ ജബൽപൂർ എന്നുണ്ട് അല്ലേ. അപ്പോൾ ജബ എന്ന് പറയുന്ന വേർഡ്സ് ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. ജബ അല്ലേ, ഊമയായിട്ട് അഭിനയിക്കുന്ന ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന രീതി പറയുന്നുണ്ട്, ജബ അല്ലേ. അപ്പോൾ ആ ജബ എന്ന് കേൾക്കുമ്പോഴത്തേനും നമുക്ക് എന്താണ്, അതൊരു കോമഡിയാണല്ലേ. ആ സിനിമയിലത് ഒരു നർമ്മമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ജബ അല്ലെ, ജബ എന്ന് പറയുന്നത് നർമ്മമാണ്. അത് മദ്യം കഴിക്കുമ്പോഴൊക്കെയാണ് ആ കോമഡി ആയിട്ട് വരുന്ന ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട്
കണക്ട് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ജബൽപൂർ, നർമ്മദ, മധ്യപ്രദേശ് ഇത് മൂന്നുമായിട്ടൊരു കണക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് നോക്കുക, ജബൽപൂർ നർമ്മദ നദിയിലാണ്, മധ്യപ്രദേശിലാണ്. കിട്ടിയല്ലോ. ജബ എന്ന് പറയുന്ന ആ കോമഡി അതൊരു നർമ്മമാണ് അല്ലെ, നർമ്മമാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ മദ്യം കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ കോമഡി ഒക്കെ വരുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് നോക്കാം, സൂറത്ത് എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, സംസ്ഥാനം ഗുജറാത്താണ്. സൂറത്ത് താപ്തി നദിയിലാണ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്യാനായിട്ട് സൂറത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സൂര്യനെ കിട്ടും അല്ലേ. സൂറത്ത് എന്ന് പറയുമ്പോൾ സൂറ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സൂര്യനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭയങ്കര ചൂടാണല്ലോ അല്ലെ. ചൂട് എന്ന് പറയുമ്പോൾ താപമാണ് അല്ലെ, താപം. സൂര്യൻ എന്ന് പറയുമ്പോൾ ഭയങ്കര താപമാണ് എന്ന് നമുക്ക് കിട്ടും അല്ലെ. അപ്പോൾ സൂറത്ത് താപ്തിയുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. താപം, സൂര്യന് താപമാണ് എന്നുള്ള രീതിയിൽ സൂറത്ത് താപ്തി നദിയായിട്ടൊരു കണക്ഷൻ കിട്ടും. ദെൻ അത് ഗുജറാത്തിലാണ് എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂറത്ത്, ഇവിടെ ഗുജറാത്ത് അല്ലെ, ഒരുപോലെയല്ലേ പറയുമ്പോൾ. സൂറത്ത് ഗുജറാത്ത്, ആ റാത്ത് എന്ന് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ സൂറത്ത് താപ്തി, സൂര്യന് താപമാണ് എന്നുള്ള രീതിയിൽ സൂറത്ത് താപ്തി, ആ റാത്ത് വെച്ചിട്ട് സൂറത്തും ഗുജറാത്തും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മൂന്നും കിട്ടിയല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം, അലഹബാദ് ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അത് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അലഹബാദ് ഉത്തർപ്രദേശിലാണെന്നുള്ളത് ഓക്കെ അത് നമുക്ക് കിട്ടും. ഗംഗാ നദിയിലാണെന്നുള്ളത് ഓർക്കാനായിട്ട് നമ്മൾ നദികളൊക്കെ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇനി അല്ലാതെ കണക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ ഈ ഗംഗ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഗംഗ എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുമോ? ഗംഗ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമുക്കൊരു ഗ്യാങ് കിട്ടും അല്ലേ. ഗ്യാങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കൂട്ടമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് അല്ലേ. നമ്മൾ ഗ്യാങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരു ലഹള അല്ലേ, ഭയങ്കര ബഹളം വെക്കുന്ന അല്ലെങ്കിൽ ഒരു അലമ്പ് കാട്ടിക്കൊണ്ട് നടക്കും അല്ലെ. ഗ്യാങ് ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ തനിയെ നടക്കുന്നതിനേക്കാളും നമ്മളൊരു കൂട്ടമായിട്ട് നമ്മളൊരു ഗ്യാങ് ആയിട്ട് നടക്കുന്ന സമയത്താണ് നമ്മൾ അലമ്പൊക്കെ കാണിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർക്കാൻ പറ്റുമോ? ഗ്യാങ് ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ അലമ്പ് കാണിക്കുന്നത്. അപ്പോൾ അലഹബാദ് ഒരു കണക്ഷൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അലഹബാദ് ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഉത്തർപ്രദേശിലാണ്. കണക്ഷൻ കിട്ടാൻ വേണ്ടി എന്താണ് പറഞ്ഞത്? നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാളും നമ്മൾ ഗ്യാങ് ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ അലമ്പൊക്കെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അലഹബാദ് ഗംഗാ നദിയിലാണ്. കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അടുത്തത് റാഞ്ചി സുബർണരേഖ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടാനായിട്ട് റാഞ്ചി അല്ലേ, റാഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് റാഞ്ചി കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കാം. സുബർണരേഖ, സുബർണം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വർണം അല്ലെ, വിലപിടിപ്പുള്ളത് എന്നുള്ള രീതിയിൽ ഓർക്കാമല്ലോ അല്ലേ. അപ്പോൾ സ്വർണ്ണമൊക്കെ ആണെങ്കിൽ ആളുകൾ എന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകും അല്ലേ, റാഞ്ചി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്വർണ്ണമൊക്കെ ആളുകൾ എന്താണ് റാഞ്ചി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇട്ട് വയ്ക്കും അല്ലേ, സ്വർണം ആരും കൊണ്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ ജാറിനകത്താണ് എടുത്തു വെക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. സ്വർണം റാഞ്ചി കൊണ്ടുപോകാതിരിക്കാനായിട്ട് എവിടെയാണ് സൂക്ഷിക്കുന്നത്? ജാറിനകത്താണ് സൂക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ റാഞ്ചി, സുബർണരേഖ, ജാർഖണ്ഡ്. കിട്ടിയോ? റാഞ്ചി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണം എവിടെയാണ് സൂക്ഷിക്കുന്നത്? ജാറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ റാഞ്ചി പട്ടണം സ്ഥിതി ചെയ്യുന്ന നദി സുബർണരേഖ, സംസ്ഥാനം ജാർഖണ്ഡ്. അടുത്തത് നോക്കാം, ജംഷഡ്പൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് സുബർണരേഖ നദിയിലാണ്, സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡിലാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത അതേപോലെ തന്നെ സുബർണരേഖ നമ്മൾ കണക്ട് ചെയ്തു അല്ലേ. റാഞ്ചി കൊണ്ടുപോകുന്നത് സ്വർണ്ണമാണ്, ജാറിൽ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്വർണം പോലെ തന്നെ അത്രയും വിലപിടിപ്പുള്ള കാര്യമാണ് ജം എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? രത്നം അല്ലേ, ആ രീതിയിലാണ്. അപ്പോൾ ജം എന്ന് പറയുമ്പോൾ വിലപിടിപ്പുള്ള സാധനമാണല്ലോ. അപ്പോൾ ജം എന്ന് പറയുന്നത് സുവർണം എന്ന് പറയുമ്പോൾ സ്വർണം, അത് രണ്ടും വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ജാറിനകത്ത് സൂക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ഇതും കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ റാഞ്ചി കൊണ്ടുപോകുന്നത് സ്വർണ്ണമാണ്, ജാറിനകത്തിട്ട് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റാഞ്ചി, സുബർണരേഖ നദി എന്താണ്? ജാർഖണ്ഡ് കിട്ടി. അതുപോലെ തന്നെ ജംഷഡ്പൂർ, ജം എന്ന് പറയുമ്പോഴത്തേനും വിലപിടിപ്പുള്ള രത്നം എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ ജം, സുബർണരേഖ സ്വർണം, ജാറിനകത്താണ് സൂക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇത് കണക്ട് ചെയ്യാം കേട്ടോ.
അടുത്തത് വിജയവാഡ. വിജയവാഡ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിജയം ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ വിജയിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ പരീക്ഷയിലൊക്കെ വിജയിക്കാനായിട്ട് നമ്മൾ കൃഷ്ണനോട് പ്രാർത്ഥിക്കും അല്ലെ, കൃഷ്ണനോട് പ്രാർത്ഥിക്കും എന്നുള്ള രീതിയിൽ കൃഷ്ണ നദിയിലാണ്, വിജയവാഡ കൃഷ്ണ നദിയിലാണ് എന്നുള്ളത് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി അത് ആന്ധ്രാപ്രദേശിലാണ് എന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ആന്ധ്രാപ്രദേശ് എന്ന് എഴുതുമ്പോൾ AN എന്നാണ് എഴുതുന്നത്. അപ്പം നമ്മൾക്ക് ആൺ എന്ന് വായിച്ചൂടെ, നമുക്ക് ആൺ എന്ന് വായിക്കാം അല്ലെ. ആന്ധ്രാപ്രദേശ് എഴുതുമ്പോഴത്തേന് ആൺ എന്ന് വായിക്കാം. അപ്പോൾ ആണുങ്ങളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? വാഡ അല്ലെ. വാഡ എന്ന് വിളിക്കുന്ന ആരെയാണ്? നമ്മൾ ആണുങ്ങളെയാണ് വാഡ എന്ന് വിളിക്കുക അല്ലെ. അപ്പോൾ ആ ഒരു രീതിയിൽ വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ് എന്നുള്ളൊരു കണക്ഷൻ കിട്ടുമോ എന്ന് നോക്കാം കേട്ടോ. വിജയവാഡ. അപ്പോൾ വിജയ എന്ന് പറയുമ്പോഴത്തേനും വിജയിക്കാനായിട്ട് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന കാര്യം ആലോചിച്ചാൽ വിജയവാഡ കൃഷ്ണ നദിയിലാണെന്ന് കിട്ടും. സംസ്ഥാനം കിട്ടാനായിട്ട് എന്താണ് പറഞ്ഞത്? ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ ആൺ എന്നുള്ളത് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ആണുങ്ങളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? വാഡ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിജയവാഡ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശിലാണ്. വാഡ ആൺ, ആൺ ആന്ധ്രാപ്രദേശിലാണ്. കണക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തത് പാന്തർപൂർ. പാന്തർപൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഭീമ നദിയിലാണ്, മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അപ്പോൾ പാന്തർപൂർ ഭീമ നദിയിലാണ് എന്ന് കിട്ടാനായിട്ട് നമ്മൾ ഭീമൻ പാണ്ഡെ കണ്ടിട്ടില്ലോ അല്ലേ. ഭീമൻ പാണ്ഡ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഭീമൻ പാണ്ഡെ ആലോചിച്ചാൽ മതി. ഭീമൻ പാണ്ഡ, അതിൽ ഭീമ പാണ്ഡ എന്നുള്ളതിൽ നിന്നും പാന്ത. ഓക്കെ, അപ്പോൾ പാന്തർപൂർ കിട്ടും അല്ലേ. അപ്പോൾ അത് ഈസിയാണ്. പാന്തർപൂർ ഭീമ, ഭീമൻ പാണ്ഡെ ഓർത്തു കഴിഞ്ഞാൽ ഭീമ, പാന്തർപൂർ പട്ടണം ഭീമ നദിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മഹാരാഷ്ട്രയും കൂടെ പഠിച്ചു വയ്ക്കുക. അടുത്തത് മധുരൈ. മധുരൈ സ്ഥിതി ചെയ്യുന്നത് വൈഗ നദിയിലാണ്. മധുരൈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് വൈഗ നദിയിലാണ്, തമിഴ്നാട്ടിലാണ്. ഓക്കെ, തമിഴ്നാട്ടിലാണ്. അപ്പോൾ നമുക്കത് കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ തമിഴ് എന്നുള്ളതിൽ നിന്ന് നമ്മൾ തമിഴ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മഴ അല്ലെ, മഴ എന്ന് പറയുന്ന ഒരു കീവേഡ് എടുക്കാനായിട്ട് പറ്റുമോ നോക്കാം കേട്ടോ. തമിഴ് മഴയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ മധുര പലഹാരങ്ങളൊക്കെ വൈകുന്നേരം അല്ലെ, മഴ പെയ്യുന്ന ഒരു വൈകുന്നേരമൊക്കെ ഇരുന്ന് നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ പൊതുവേ എന്താണ് സ്നാക്സൊക്കെ കഴിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. എപ്പോൾ? മഴ പെയ്യുന്ന സമയത്ത് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടും കൂടെ കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മധുരൈ, വൈഗ, തമിഴ്നാട്. എന്താണ്? തമിഴ് എന്നുള്ളതിൽ നിന്ന് മഴ എടുക്കുക. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് വൈകുന്നേരങ്ങളിൽ എന്ത് കഴിക്കും? മധുര പലഹാരങ്ങൾ കഴിക്കും അല്ലേ. അപ്പോൾ സ്വീറ്റ്സ് മധുരമൊക്കെ കഴിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് മഴ പെയ്യുമ്പോൾ. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്താൽ മധുരൈ, വൈഗ, തമിഴ്നാട് മൂന്നായിട്ടൊരു ചെറിയ കണക്ഷൻ കിട്ടും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കുക, കട്ടക്ക്. കട്ടക്ക് പട്ടണം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്, ഒഡീഷ സംസ്ഥാനത്താണ്. ഓക്കെ, അപ്പോൾ കട്ടക്ക്, മഹാനദി, ഒഡീഷ ഇത് മൂന്നായിട്ട് കണക്ഷൻ കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം. കട്ടക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കട്ടക്ക് എന്നുള്ള ഒരു രീതിയിൽ എടുക്കാം അല്ലേ. നമ്മൾ കട്ടക്ക്. അപ്പോൾ ഒരു എന്താണ് ഒരു പെൺകുട്ടി ഓക്കെ കട്ടക്ക് അഭിനയിച്ച് നിന്നാലാണ് അവരെന്താവുക? മഹാനദി എന്നുള്ളതിൽ നിന്ന് മഹാനടി എന്നെടുക്കാമല്ലോ അല്ലേ. ഒരാൾ നല്ല എന്താണ് ചെറുതായിട്ട് രീതിയിൽ അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല, നല്ല കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ചു കഴിഞ്ഞാലാണ് മഹാനടിയാവാനായിട്ട് പറ്റുക അല്ലേ. കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ചാലാണ് മഹാനടിയാവാനായിട്ട് പറ്റുക. അങ്ങനെ ഒരു മഹാനടീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടിച്ചെന്ന് അവരെ കാണും അല്ലേ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് അവരെ കാണും. ആ ഒരു രീതിയിൽ ഓർത്ത് നോക്കുക. കട്ടയ്ക്ക് എന്ന് പറയുമ്പോൾ കട്ടക്ക് മഹാനടി ആവുക അല്ലെ. കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ചാലാണ് മഹാനടി. മഹാനദി നമ്മൾ അവരെ കണ്ട എന്ത് ചെയ്യും? ഓടിച്ചെന്ന് കാണും അല്ലേ. അപ്പോൾ ഒഡീഷ, ഒഡീഷ കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ കട്ടയ്ക്ക്, മഹാനദി, ഒഡീഷ. കട്ടയ്ക്ക് അഭിനയിച്ചു കഴിഞ്ഞാലാണ് മഹാനദി ആവുക. അവരെ കണ്ട നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടിച്ചെന്ന് കാണും അല്ലെ. ഒഡീഷ കിട്ടിയോ? അടുത്തത് നോക്കാം. ഉജ്ജയിനി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ക്ഷിപ്ര നദിയിലാണ്, സംസ്ഥാനം മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഇപ്പോൾ ഈ മദ്യപിച്ച് വരുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ. അപ്പോൾ മദ്യപിച്ച് വരുന്ന ആളുകൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, അവർ ഭയങ്കര ഉച്ചത്തിലൊക്കെ സംസാരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മദ്യപിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മധ്യപ്രദേശ് കിട്ടും അല്ലേ. ദെൻ ഭയങ്കര ദേഷ്യം, ക്ഷിപ്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ക്ഷിപ്രകോപി അല്ലേ. പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ആളാണ് അല്ലേ, ക്ഷിപ്രകോപി. അപ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ക്ഷിപ്രമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷിപ്രകോപിയായിരിക്കും അല്ലേ മദ്യപിച്ച് കഴിഞ്ഞിട്ടുള്ളവർ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഭയങ്കര ഉച്ചത്തിലൊക്കെ സംസാരിക്കും. ഉച്ചത്തിൽ, ഉച്ചയിനി കിട്ടുമല്ലോ. ഉച്ചത്തിൽ സംസാരിക്കാം,
ഉജ്ജയിനി, ആ ഒരു കണക്ഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷിപ്രകോപിയായിട്ട് ഉച്ചത്തിലൊക്കെ സംസാരിക്കും എന്നുള്ള രീതിയിൽ മധ്യപ്രദേശ് സംസ്ഥാനം കിട്ടും, ക്ഷിപ്ര എന്നുള്ള നദി കിട്ടും, ഉച്ചത്തിൽ സംസാരിക്കുക ഉജ്ജയിനി. 3 കിട്ടിയോ? അടുത്തത് നോക്കാം, ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത് യമുന നദിയിലാണ്, ഉത്തർപ്രദേശിലാണ്. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. എങ്കിലും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്ര പട്ടണം സ്ഥിതി ചെയ്യുന്നത് യമുന നദിയിലാണ്. യമുന എന്ന് പറയുമ്പോൾ നമുക്ക് യമനി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ, യമൻ. അപ്പോൾ യമനെ കാണാനായിട്ട് നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവില്ല അല്ലേ, നമുക്ക് മരിക്കാനായിട്ട് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ യമനെ കാണാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ആഗ്രയും യമുനയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ അല്ലേ. യമനെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല. ആ ഉണ്ടാവില്ലേന് എടുത്തു കഴിഞ്ഞാൽ ഉത്തർപ്രദേശം കിട്ടും. ഓക്കെ, അപ്പോൾ യമനെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ യമുന, ആഗ്ര, ഉത്തർപ്രദേശ് 3ആയിട്ട് കണക്ഷൻ കിട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ്, ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാശ്മീർ എന്ന് കേൾക്കുമ്പോഴത്തേനും ഐസ് അല്ലെ മഞ്ഞുകട്ടകളും മലകളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക, മഞ്ഞുമലകളൊക്കെ. അപ്പോൾ മഞ്ഞുരുകി കഴിഞ്ഞാൽ ജലമാവും എന്നുള്ള രീതിയിൽ നമുക്ക് ജലം, ജമ്മു കാശ്മീർ അതുമായിട്ടൊന്ന് കണക്ഷൻ കിട്ടി. ദെൻ ശ്രീനഗർ പട്ടണമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് ഓർക്കാം അല്ലേ. അപ്പോൾ സ്ത്രീകളല്ലേ ഈ ജലമൊക്കെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്, കുടത്തിലൊക്കെ ആയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് ആരാണ്? പൊതുവെ സ്ത്രീകളാണ് എന്നുള്ള രീതിയിൽ ശ്രീനഗർ സ്ത്രീകളാണ് ജലമൊക്കെ എടുത്തിട്ട് വരുന്നത്, അത് വേറെ ജലമാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ സ്ത്രീകളാണ് ജലമൊക്കെ എടുത്തുകൊണ്ട് വരിക, വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് ആരാണ്? സ്ത്രീകളാണ്. അപ്പോൾ ശ്രീനഗർ ജലവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ജലം നദി സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീർ തണുപ്പ് അല്ലെ മഞ്ഞെന്ന് ഓർമ്മ വരും, മഞ്ഞുരുക്കിയിട്ടാണ് ജലം വരുന്നത്. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ശ്രീനഗർ, ജലം, ജമ്മു ആൻഡ് കാശ്മീർ കിട്ടിയല്ലോ. അടുത്ത് നോക്കാം, ഗുവാഹത്തി ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ആസാമാണ് സംസ്ഥാനം. ഓക്കെ, അപ്പോൾ ഗുവാഹത്തി എന്ന് പറയുന്ന പട്ടണം ബ്രഹ്മപുത്രയിലാണ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഹ്മപുത്ര അല്ലെ, ബ്രഹ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രാഹ്മണൻ അല്ലെ, ബ്രാഹ്മൺസ് അങ്ങനെയുള്ള രീതിയിൽ ഓർത്തിരിക്കാം അല്ലെ. അപ്പോൾ ബ്രാഹ്മണകുമാരന്മാരൊക്കെ ഗുഹയിലിരുന്നിട്ട് തപസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെ പണ്ടുള്ള കഥകളിലൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ബ്രാഹ്മണപുത്രന്മാർ എന്താണ് ഗുഹയിലൊക്കെ ഇരുന്നിട്ട് അവർ തപസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആശകൾ അല്ലെ, ഒരു തപസ് ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ മനസ്സിലെ എന്തെങ്കിലും ഒരു ആശ നിറവേറ്റാനൊക്കെ ആയിട്ടാണ് അവർ തപസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആസാമുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ബ്രഹ്മപുത്ര അല്ലെ, ബ്രാഹ്മണപുത്രന്മാർ അല്ലെങ്കിൽ ബ്രാഹ്മണകുമാരന്മാർ എന്നുള്ള രീതിയിൽ കിട്ടും. ഗുഹ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഗുവാഹത്തി കിട്ടും അല്ലെ. അപ്പോൾ ബ്രാഹ്മണപുത്രന്മാർ അവരുടെ ആശകൾ അല്ലെ, മനസ്സിലെ ആശകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഗുഹയിൽ തപസ് ചെയ്യും എന്നുള്ള രീതിയിലൊന്ന് ഓർത്തിരുന്നാൽ ഗുവാഹത്തി, ബ്രഹ്മപുത്ര, ആസാം കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അടുത്തത് പനാജി പട്ടണം സ്ഥിതി ചെയ്യുന്നത് മണ്ഡോവി നദിയിലാണ്. ഓക്കെ, മണ്ഡോവി നദിയിലാണ്. സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അപ്പോൾ പനാജി, മണ്ഡോവി, ഗോവ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോവയിലെ എടുക്കുവാണ് കേട്ടോ. ഗോ എന്ന് പറയുമ്പോഴത്തേന് ഗോസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഗോവ ഗോസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ആ ഗോ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഗോസ്റ്റൊക്കെ നമ്മൾ പണ്ടുള്ള സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗോസ്റ്റൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? പനയുടെ അല്ലേ, പനയുടെ മുകളിലൊക്കെ കാണപ്പെടുന്ന യക്ഷി അല്ലെ, പനയിൽ താമസിക്കുന്ന യക്ഷി എന്നുള്ള രീതിയിലൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗോസ്റ്റ് എവിടെയാണ്? പനയുടെ മണ്ഡോവി കണക്ട് ചെയ്യാനായിട്ട് പനയുടെ മണ്ടയിലാണ് അല്ലെ, മുകളിലാണ്. അപ്പോൾ മുകളിൽ എന്നുള്ള രീതിയിൽ മണ്ടയിൽ എന്നൊക്കെ പറയാം, പനയുടെ മണ്ടയിൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഗോവ ഗോസ്റ്റ് എവിടെയാണ് ഉണ്ടാവുക? പനയുടെ മണ്ടയിലാണ് ഉണ്ടാവുക. ഓക്കെ, ഒരു കണക്ഷൻ കിട്ടിയോ? അപ്പോൾ പനാജി, മണ്ഡോവി, ഗോവ. ഗോസ്റ്റ് ഉണ്ടാവുന്നത് എവിടെയാണ്? പനയുടെ മണ്ടയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദീതീര പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്ന നദിയും സംസ്ഥാനവും നമ്മൾ ചെറിയ കണക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഈ കണക്ഷൻസ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.